ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആട്ടം ഉണ്ടാക്കിയത്. ഇഡ്ഡലിക്ക് ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോന് ക്ലാസ് ഉള്ള ദിവസമാട്ടെ, എല്ലാവർക്കും ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ മോൻ്റെ വണ്ടി വരാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിൽ അത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ വണ്ടി വന്നപ്പോൾ അവൻ കയറി പോവാട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ബാഗ് ഞാനാണ് വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കാറ്. ഇന്ന് അവൻ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കയറി പോണതാണ് കാണുന്നത്. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ എടുക്കുമ്പോൾ എനിക്ക് തന്നെ പറ്റണില്ല, അത്ര വെയിറ്റാണ്. അവൻ്റെ ക്ലാസ് ആണെങ്കിൽ 4th ഫ്ലോറിലുമാണ്. അത്രയും സ്റ്റെയർ കയറി പോകണം. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ചെടികളൊക്കെ പൂത്തിക്കണം. പിന്നെ രാവിലെ തന്നെ നല്ലൊരു മഴ പെയ്തിട്ട്, വലിയ മഴയല്ല, ഒരു ചെറിയ മഴ, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ചാടിയിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ നല്ലപോലെ നനഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നന്നായിട്ട് വെയിലും തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പൂക്കളും ചെടികളൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. ഈ വെയിൽ മഴയും കൂടി കിട്ടണോണ്ട് തന്നെ ചെടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഇതൊരു കോളിയസ് പ്ലാന്റ് ആണ്. കുറേ കോളിയസ് പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായതാണ്, പല കളറൊക്കെ. എല്ലാം പോയിട്ട് ഇപ്പോൾ ഇത് തനിയെ ഉണ്ടായി വന്ന തയ്യാട്ടോ. അപ്പോൾ അതിന് വേറൊരു കളറായിട്ട് അത് തന്നെ ഉണ്ടായി കിട്ടിയതാണ്. അങ്ങനെ കുറേ നേരം ചെടികളെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മീൻ കിട്ടിയേക്കണത്, ഈ മീനിന് ഇവിടെ പറയണത് അയലക്കണ്ണി എന്നാട്ടോ. കണ്ണയല, അയലക്കണ്ണി എന്നൊക്കെ പറയും. ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്തായിട്ട് നല്ല കൂർത്ത മുള്ളും ഒരു അങ്ങനെ പിടിച്ചിരിക്കും. അത് നമുക്ക് കത്തി കൊണ്ട് കളയാൻ പാടാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ തോല് ഊരി കളയുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് പോവുകയും ചെയ്യും. അങ്ങനത്തെ മീനാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീനൊക്കെ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അത് കറി വെക്കണില്ല, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറി വെക്കാനായിട്ട് വെള്ളരിക്ക ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ വെള്ളരിക്കയും പരിപ്പും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ച് വെള്ളരിക്കയുടെ കഷ്ണങ്ങളും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്, വെള്ളമൊഴിച്ച്. അപ്പോൾ ഇനി കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങയും ഉള്ളിയും ജീരകവും അരച്ചതും വേവിച്ച പരിപ്പും ചേർത്ത് എടുക്കും. സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഈ കറി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഒരു മഞ്ഞക്കറി എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കും നന്നായിട്ട് ഊണ് കഴിക്കാൻ ഈ കറി മതി കേട്ടോ. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. മീനില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. ഈ പച്ചമുളകിൻ്റെ എരിവാണ് ആ കറിക്കുള്ളത്. പിന്നെ ഒരു ചെറിയ കളർ വേണം എന്ന് ആവശ്യമുള്ളവർക്ക് താളിക്കണ സമയത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടുകും കറിവേപ്പിലയും മാത്രമായിട്ട് താളിച്ചൊഴിച്ചിട്ടുള്ളൂ. മുളക് പൊടി ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു മഞ്ഞ കളറിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കറിക്ക് എരിവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് മിച്ചർ ഉണ്ടായി. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിട്ട് അപ്പോൾ അവരത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ടായിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നതൊക്കെ വാങ്ങാനുണ്ടായി. അപ്പോൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഓഫറിന് കിട്ടിയ സാധനങ്ങളാട്ടിത്. അപ്പോൾ ഇളയ മോന് പറ്റിയ 2 ജോഡി ചെരുപ്പും 3 കണ്ടെയ്നർ ബോക്സിൻ്റെ ഒരു സെറ്റുമാണ്. അപ്പോൾ ഇത് 11.5 ലിറ്റർ, 8.5 ലിറ്റർ, 6 ലിറ്റർ, അങ്ങനെ ലിറ്റർ അളവാട്ട് ഇതിൽ എഴുതിയേക്കണത്. അത് 3ഉം കൂടി ഒരു ബോക്സായിട്ട് 370 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയത്. ചെരുപ്പിനും 2 ജോഡിക്കും കൂടി 300 രൂപയാണ് ആയുള്ളൂ. അപ്പോൾ അത് ഈ ക്ലിയറൻസ് സെയിൽ പോലെ ലാസ്റ്റ് പീസ് വരുമ്പോൾ അവർ ഓഫർ ഇട്ടിട്ട് കൊടുക്കണത് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ അത് ലാസ്റ്റ് പീസായിരിക്കും. അപ്പോൾ പിന്നെ അതങ്ങനെ ഓഫർ ഇട്ട് അവർ കൊടുക്കും. അങ്ങനെ എനിക്കിന്ന് അത് കിട്ടി. പിന്നെ ഡിന്നറിനേക്ക് ഇത് വാങ്ങിയിട്ട് വന്നിട്ടോ, കുട്ടികൾക്ക് കഴിക്കാൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഇതിൻ്റെ പേരാണ് എൻ്റെ വായിൽ വരുന്നില്ലല്ലോ.
അങ്ങനെ ഡിന്നർ ഇതായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുക്കുംബർ ഉണ്ടായി. ആ കുക്കുംബറും വാങ്ങിയിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൽഫാമായിരുന്നു കേട്ടോ അത്.